ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു ചെറിയ കുഞ്ഞു ചാള പീര വയ്ക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കണേ. ശരി, നമുക്ക് തുടങ്ങാം. ഇതിനകത്ത് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ചെറിയ ചാളയാണേ, ചെറിയ ചാള. അപ്പം അതിനകത്ത് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം നീളത്തിൽ അരിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി കുടംപുളി ചതച്ച് വെച്ചത് കുറച്ച് മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് കാന്താരി. ഇതിനകത്ത് നമ്മൾ കാന്താരിയാണ് വെച്ച് പീര വയ്ക്കുന്നത്. കാന്താരി, ചെറിയ കാന്താരിയുണ്ട്, വലിയ കാന്താരിയുണ്ട്, അത് ചതച്ച് വെച്ചത്. പിന്നെ കറിവേപ്പില, പിന്നെ അത് അത്രയും ചേരുവകൾ. പിന്നെ അതിനകത്ത് പിന്നെ നമ്മൾ തേങ്ങയാണ്. തേങ്ങയ്ക്കകത്ത് ഇത് തേങ്ങ നമ്മൾ അരയ്ക്കൊന്നും ചെയ്യത്തില്ല, വെറുതെ അതിനകത്തോട്ടിട്ട് ഞെടി ഇങ്ങനെ ചേർക്കുക ചെയ്യുന്നത്. അതിന് പ്രത്യേക ടേസ്റ്റ് അരയ്ക്കുന്നതിനേക്കാളും. നമ്മുടെ തേങ്ങായ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് യോജിപ്പിച്ച് ഇതിനകത്ത് വിരവി വയ്ക്കുക ചെയ്യുന്നത്. എന്നിട്ട് ചെറിയ കൈവെള്ളയെ തളിക്കാം. ഒത്തിരി വെള്ളമൊന്നും വയ്ക്കാൻ പാടില്ല, കുറച്ച് കൈവെള്ളം തളിച്ച് പരാപരം കത്തിപ്പത്തി വയ്ക്കണം. ചാള ഏതാണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇത്രയും ചാളയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേരുവകളെല്ലാം ചേർക്കാം. ചെറിയ ഉള്ളി, ചെറിയ ഒരു ഇച്ചിരി കുറച്ച് തുണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, പുളി ഞാൻ ചതച്ച് വെച്ച പുളി 2-3 കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പുരട്ടിയിടണം, എല്ലായിടവും പറ്റണം. പിന്നെ കാന്താരിമുളക് ചതച്ച് അതുകൊണ്ട് അതിനകത്ത് നമുക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഈ തേങ്ങ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് നമ്മളിതിനെ നല്ലോണം യോജിപ്പിച്ച് നമ്മളിതിനകത്ത് ചേർക്കും. കരിവേപ്പിലയും കൂടെ ഒരു ഇതിനകത്ത് ഇടാം. എല്ലാം ചേർത്ത് ഇച്ചിരി വെള്ളവും തെളിച്ച് നമ്മൾ വേവാൻ വയ്ക്കണം. കുറച്ച് കരിവേപ്പില ഇരുന്നോട്ടെ, നല്ല മണം കിട്ടും. ഒത്തിരി തേങ്ങ വേണ്ട, കുറച്ച് തേങ്ങ മതി, എന്നാലേ അതിന് ടേസ്റ്റ് വന്നിട്ടുള്ളൂ. ഒത്തിരി തേങ്ങ ഇങ്ങനെ മുന്നേ നിൽക്കും. അങ്ങനെ തേങ്ങ കുറച്ച് കൈവെള്ളവും കൂടെ നമ്മളിതിനകത്ത് വേവാൻ വേണ്ടി ആവിയിലാണ് വേവിക്കുന്നത്. ഒത്തിരി ആവി കൂടെ വേണം, എന്നാലേ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി കൈവെള്ളവും കൂടെ തെളിച്ച് അടപ്പേ വയ്ക്കാം. കൈ ഇച്ചിരി ഉപ്പോട് ഇട്ടേക്കാം. കൂടി പോകാൻ പാടില്ല, ആവശ്യത്തിന്. ഉപ്പിട്ട് ഒന്ന് ഇളക്കാം. ഇളക്കിയത് കാര്യം, ഉപ്പിൻ്റെ കാര്യങ്ങൾ മറക്കും. കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളത്തിനകത്ത് നമുക്കിത് വേവാം. ഓക്കെ, ശരി. ഗ്യാസ് ഓണായിട്ട് നമുക്ക് തീ കുറച്ചിട്ടാൽ മതി, കൂടുതൽ തീ പാടില്ല. അടുക്കി പിടിച്ചാൽ പിന്നെ അത് ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഇതുപോലൊക്കെ ചെയ്യണം. അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ തിള വരുമ്പോൾ നമ്മളൊന്ന് ഇളക്കി വെക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടിക്കും. ഒത്തിരി അങ്ങ് ഇളക്കി ഉടഞ്ഞു പോകരുത്. അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ വേവിക്കാൻ. എന്നിട്ട് അടപ്പ്
തുറന്ന് വെച്ച് വെള്ളം വറ്റണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. തുറന്ന് നോക്കാം. കുറച്ച് വെള്ളമൊക്കെ ഇതിനകത്ത് കൂടി വരുന്നുണ്ട്. വെള്ളം ഒന്ന് പറ്റണം. ഇച്ചിരി വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കണം അവസാനം. ഇച്ചിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കണം. വേറെ കടുവൊന്നും എത്തിക്കണ്ട. ആ വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ ഇട്ടാൽ മതി. നമ്മുടെ മീൻ പീര് ഇവിടെ ശരിയായിട്ടുണ്ട്. നമുക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഉപ്പുമൊക്കെ ഞാൻ നോക്കി. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് കാണിക്കാം. എടുക്കുവാണേ. ചെറിയ ഇളകിയൊക്കെ പോവും, എന്നാലും കുഴപ്പമില്ല. നല്ല അതിൻ്റെ ചാറൊക്കെ നല്ല ടേസ്റ്റാണ്. തീരെ ഇങ്ങനെ തേങ്ങ തിരുമ്മി അരയ്ക്കാതെ ഇടുന്നതുകൊണ്ട് തന്നെ നല്ല. എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പെട്ടെന്ന് ചെയ്യാം. ചെറിയ മീനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യണം. നമുക്ക് വേണ്ട നമ്മളിത് അലങ്കരിക്കുക. കേട്ടെ, മീൻ പീര റെഡി. ചെറിയ ചാള പീര വെച്ചത് റെഡി ആയിട്ടിരിക്കുന്നു. എല്ലാവരും ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒരിക്കലൊന്നും വേണ്ട. കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് ഇതെല്ലാം ചെയ്ത് നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ കമൻറ്റ്